ശക്തമായ കാറ്റിലും മഴയിലും എറണാകുളം പിറവത്തും കാക്കനാടും വൻ നാശനഷ്ടം. പിറവം വില്ലേജ് ഓഫീസിന് മുന്നിൽ കൂറ്റൻ മരത്തിന്റെ കൊമ്പുകൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണു. കാക്കനാട് ഇടച്ചിറയിലും നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും വീണു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ജില്ലയിൽ വലിയ മഴ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതൊക്കെ മേഖലകളിലാണ് നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്? വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ. പ്രത്യേകിച്ച് പിറവം ടൗണിൽ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. വില്ലേജ് ഓഫീസിന് മുമ്പിലുള്ള കൂറ്റൻ മരം കൊമ്പുകൾ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് ഒടിഞ്ഞു വീണു. കൂടാതെ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിലുള്ള മറ്റൊരു മരം വില്ലേജ് ഓഫീസിന് മുമ്പിലേക്കും കടപുഴകി വീണു. വലിയ പള്ളിയുടെ ടവർ കുരിശിന്റെ ഒരു ഭാഗം ഭാഗികമായി തന്നെ റോഡരികിലേക്ക് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീണു. അത്ഭുതകരമായി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളില്ലാതെ തന്നെ നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് മുന്നിലുള്ള 3 നില കെട്ടിടത്തിന് മുകളിലെ റൂഫും തകർന്നിട്ടുണ്ട്. കൂടാതെ സമീപത്തുണ്ടായിരുന്ന ഒരു ജിമ്മിനും കേടുപാടുകൾ പറ്റി. ജിമ്മ് തകർന്നു. പള്ളിക്കവയിലെ പേയാൻ പാർക്കിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് തേക്ക് മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് തകരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കാക്കനാടും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അവിടെയും സമാനമായ രീതിയിൽ തന്നെ വിവിധ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ മസ്ജിദ് റോഡിൽ തലക്കാട്ടുമൂല മസ്ജിദ് റോഡിൽ 6 ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത്. ഒരു തേക്ക് മരവും നിലംപൊത്തിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോട് വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് ഈ അപകടം. ഒപ്പം തന്നെ ഒരു മഹീന്ദ്ര ഗുഡ്സ് കവേർഡ് വാഹനത്തിന് മുകളിൽ പോസ്റ്റ് വീഴുകയും ചെയ്തു. ഗതാഗതം ആ ഭാഗത്ത് സ്തംഭിക്കുകയും ചെയ്തു. ഫയർഫോഴ്സും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് അപകടാവസ്ഥ ഒഴിവാക്കിയത്. എന്തായാലും വിവിധ മേഖലകളിൽ ശക്തമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നാളെ വിവിധ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി മുസ്തഫ.